1977 ജപ്പാനിലെ കയോട്ടയിൽ വെച്ച് നടന്ന ഭൗമ ഉച്ചകോടിയിൽ അതിന്റെ മുദ്രാവാക്യമായി സ്വീകരിച്ചത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളായിരുന്നു. അതിന്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്: ഭൂമി എല്ലാ മനുഷ്യന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമാണ്, എന്നാൽ അത്യാഗ്രഹങ്ങൾ നിറവേറ്റുന്നില്ല എന്നായിരുന്നു. അന്ന് അവർ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആഗോളതാപനം എന്ന വിഷയമായിരുന്നു. അത് ഇന്ന് വളരെ സജീവമായ ഒരു ചർച്ചയാണ്. എന്നാൽ അതിന്റെ ഒരു മറുവശം കൂടി ഉണ്ട് എന്നത് രസകരമായ ഒരു കാര്യമാണ്. എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും അതിന്റെ ഗതി നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ വിധി നിശ്ചയിക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയവും അധികാരവും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ മറ്റൊരു ഘടകം കൂടി കടന്നു വരുന്നു: വ്യവസായവും വ്യാപാരവും. ഇതെല്ലാം ആഗോളതാപനത്തെ സംബന്ധിച്ചും ബാധകമാണ്. ഈ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിനായി ഇന്നത്തെ പ്രഭാതത്തിൽ ഒരു അതിഥി എത്തിയിട്ടുണ്ട്, ഡോക്ടർ കെ.പി. ശശികുമാർ. അദ്ദേഹം സ്പേസ് ഡിപ്പാർട്ട്മെന്റിലെ സയന്റിസ്റ്റാണ്. മൗലികമായ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിശദമായി പരിചയപ്പെടാം. അദ്ദേഹത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും നമുക്ക് ഈ പ്രഭാതത്തിൽ അറിയാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. അപ്പോൾ ഗ്ലോബൽ വാർമിംഗിന് പൊതുവേ ഒരു ചർച്ചാ വിഷയം എപ്പോഴുണ്ട്. കാലാവസ്ഥ മാറുന്നു, ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളുടെ നേരെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ആക്രമണം പോലെ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എന്നെല്ലാം വരുന്നുണ്ട്. വാസ്തവത്തിൽ ഇതിന്റെ ഒരു അവസ്ഥ എന്താണ്? നമുക്ക് ആദ്യം കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ഇത് ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ മൺസൂണിനെ സംബന്ധിച്ച് മൺസൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരവസ്ഥയുണ്ട്. വാസ്തവത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണോ, അതായത് ആഗോള താപനവുമായി ബന്ധപ്പെട്ട് മാത്രമാണോ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത്? പ്രത്യക്ഷത്തില് കാലാവസ്ഥാ വ്യതിയാനം എല്ലാവർക്കും അനുഭവപ്പെടുന്ന കാര്യം. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതില് ഈ പറഞ്ഞിട്ടുള്ള ഡെവലപ്പിംഗ് നേഷൻസിന്റെ പങ്ക് എന്ന് പറയുന്നത് മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടിയിട്ടുള്ളത് സത്യം. കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ മലയാളത്തിൽ എങ്ങനെ പറയാൻ അറിയില്ല. കാലാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് വെതറും ക്ലൈമറ്റും രണ്ട് വാക്കുകളുണ്ട്. വെതർ എന്ന് പറയുന്നത് വളരെ ലോക്കലൈസ്ഡ് ഷോർട്ട് ടേം ആക്ടിവിറ്റിയാണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആക്ടിവിറ്റിയാണ്. വെതറിന്റെ ഒരു പാറ്റേൺ ആണ് ക്ലൈമറ്റ് ആയിട്ട് മാറാം. ചോദ്യം വെതറിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈക്ലിക് നേച്ചറാണ്. ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും സൈക്കിളായിട്ട്. അപ്പൊ ഈ മാറ്റങ്ങൾ ഇന്ന് മാത്രമല്ല, പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പലപ്പോഴും ചെറിയ കുറച്ച് കാലഘട്ടത്തിലുള്ള റിസർച്ചുകൾ കൊണ്ട് സാധിക്കില്ല. കാരണം ക്ലൈമറ്റ് പ്രഡിക്ഷന് ഒരു 400 വർഷം അല്ലെങ്കിൽ 100 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ ഷോർട്ട് പീരീഡാണ്. അപ്പം 3,20,000 വർഷങ്ങളോളം പഴക്കമുള്ള ഡാറ്റാ സെറ്റ്സ് നമ്മൾ എടുത്തില്ല മോഡലിങ്ങിന് വേണ്ടിയിട്ട്. മാത്തമാറ്റിക്കൽ മോഡലിങ്ങില് കുറേ വർഷത്തെ കുറേ ഏരിയയിലുള്ള ജിയോഗ്രഫിക്കലി സ്പ്രെഡ് ആയിട്ടുള്ള ഡാറ്റാ സെറ്റ്സ് ഉപയോഗിച്ചിട്ട് വേണം മോഡലിംഗ് നടത്താൻ. അതിൽ 2-3 പ്രശ്നങ്ങളുള്ളത്. ജിയോഗ്രഫിക്കൽ എക്സ്റ്റെന്റില് ഒരു 30% മാത്രമേ ഭൂമിയിലെ മനുഷ്യവാസം ഉള്ളൂ. അത് അത്രയില്ല, അതിലും കുറവാണ്. അപ്പൊ 80-84% മനുഷ്യവാസം ഇല്ലാത്ത കടൽ പോലെയുള്ള സ്ഥലത്ത് നമുക്ക് ഇന്നും ടെമ്പറേച്ചർ മെഷർമെന്റ്സിനുള്ള മെക്കാനിസംസ് ഇല്ല. അപ്പൊ അടുത്ത കാലത്തായിട്ട് സാറ്റലൈറ്റ് ബേസ്ഡ് കുറച്ച് മെക്കാനിസംസ് ഉണ്ട് മെഷർമെന്റ്. പക്ഷെ അതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഡാറ്റാ സെറ്റ്സ് ഉപയോഗിച്ചിട്ട് മോഡലിംഗ് സാധ്യമല്ല നമുക്ക്. അപ്പൊ ഈ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ചെറിയ ഷോർട്ട് ടേം ആയിട്ടുള്ള വെതർ പ്രഡിക്ഷൻസ് ആണ്. കാലാവസ്ഥ രണ്ടും ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ കാലാവസ്ഥാ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് വെതർ പ്രഡിക്ഷൻ ആണ് നമ്മളിപ്പോൾ പലപ്പോഴും തെറ്റായിട്ട് പറയുന്നതും, അല്ലെങ്കിൽ അത് കൺഫ്യൂഷനാണ് കൂടുതൽ. ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണെന്ന് പറയുമ്പോൾ ആ ഉഷ്ണമേഖലാ പ്രദേശം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്വഭാവം ഉണ്ട്. അതിനാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമുക്ക് ഋതുക്കൾ മാറി മാറി വരുന്നതിന് പക്ഷെ ഈ സ്ഥിരമായി നിൽക്കുന്ന നേരത്തെ പറഞ്ഞ ആ ഒരു അവസ്ഥ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ, അതിന് മാറ്റം ഉണ്ടാവുന്നതിന് പ്രധാന കാരണം ഇത് പറഞ്ഞ സൈക്ലിക് പ്രോസസ് എന്ന് പറയുകയുണ്ടായിരുന്നത്. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരുപാട് ഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അവിടെയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സൗരയൂഥം പോലെ തന്നെ ഒരുപാട് എണ്ണമുണ്ട്. ഇതെല്ലാം ഒരേ ഇതിനകത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഭൂമിയുടെ കാര്യം മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റ് ഇൻഫ്ലുവൻസുകൾ, മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസുകൾ, മറ്റ് ഇപ്പൊ മനുഷ്യനുണ്ടാക്കുന്നത് മാത്രമാണോ ഈ എഫക്റ്റ് നാം ചോദിക്കുന്നത്? സൂര്യൻ എന്ന് പറയുന്നത് കുറെ സ്റ്റാറുകളിൽ ഏറ്റവും വളരെ തുച്ഛമായിട്ടുള്ള വലിപ്പമുള്ളൊരു സ്റ്റാറാണ്. അപ്പൊ അയണൈസേഷൻ എഫക്ട് എന്ന് പറയുന്ന ഒരു എഫക്ട് ബാക്കി സ്റ്റാറുകളിൽ നിന്ന് എല്ലാ പ്ലാനറ്റ്സിലും ഉണ്ട്. അതുകൂടാതെ സൗരയൂഥത്തിൽ ഭൂമിയുടെ കണിക എടുത്തു കഴിഞ്ഞാൽ സൂര്യന്റെ കണികയായിട്ട് അല്ലെങ്കിൽ സൂര്യന്റെ വലുപ്പമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കടുകും ഒരു തേങ്ങയും തമ്മിലുള്ള വലുപ്പ വ്യത്യാസമുണ്ട്. അപ്പൊ ആ സൂര്യന്റെ സൺസ്പോട്ട് എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട് ഉണ്ട്. അതൊരു സൈക്ലിക് നേച്ചറാണ്. 10-20 വർഷങ്ങളുടെ ഒരു സൈക്കിളാണ്.
അത് മാത്രം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തില് ഈ സൺ സൈക്കിൾ എഫക്റ്റ് അല്ലെങ്കിൽ സോളാർ എഫക്റ്റ് ആണ് കൂടുതൽ എന്നുള്ളത് കുറെ ശാസ്ത്രജ്ഞന്മാര് പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിന് 1940-നും 70-നും ഇടയില് ഐസ് ഏജ് എന്നാണ് പറയാം. കാരണം ഇവിടെ ടെമ്പറേച്ചർ വളരെ 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 കുറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ 40-ന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ ഈ വിറച്ച് മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞന്മാർ പ്രശ്നം ഉണ്ടാക്കിയൊരു കാലം. ഏകദേശം 98 വരെ ടെമ്പറേച്ചർ പിന്നെ കുറച്ച് കൂടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 98-നും 2008-നും ഇടയിൽ നോക്കിയാൽ ടെമ്പറേച്ചർ കുറയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ 10-15 വർഷത്തെ കാലഘട്ടത്തിലെ ടെമ്പറേച്ചർ നോക്കിയാൽ 98-ലാണ് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ കുറയാണ്. പക്ഷെ കാർബൺ കണ്ടന്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ഈ ഗ്രാഫ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ കാർബണിന്റെ കണ്ടന്റ് കൂടിയിട്ടുണ്ടാവും, പക്ഷെ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞും കൂടിയും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ സാങ്കേതികമായിട്ട് പറഞ്ഞു പോയാൽ വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2-3 കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ വളരെയധികം കുത്തിഘോഷിക്കുകയും വലിയ വലിയ ചർച്ചകൾ വരികയും ഇപ്പൊ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് സമ്മിറ്റുകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ശരിയായ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ചന്ദ്രനിൽ ആളിറങ്ങി എന്ന് പറയുന്ന ആളിറങ്ങിയിട്ടില്ല എന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് വീഡിയോ ചിത്രങ്ങളും മറ്റും നമുക്ക് ലഭ്യമാണ്. ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, മലയാളത്തിലും ഒരു പുസ്തകം സ്ത്രീകളെ ഇറങ്ങുകയുണ്ടായി. അതിന്റെ സത്യാവസ്ഥ എന്താണോ ആകെ ആശയക്കുഴപ്പത്തിലാണ് ആളുകൾ. ശരിക്കും ചന്ദ്രനിൽ ഇറങ്ങിയതാണോ അതല്ല അമേരിക്ക ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണോ? അതുപോലെ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഏറ്റവും കൂടുതൽ മുറവിളികൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് കുറച്ചുകൂടി ഒരു കാര്യമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിന് പിന്നെ പ്രചാരണം കൊടുത്തിട്ടുള്ളതിന് നോബൽ പ്രൈസ് അടക്കം കിട്ടിയിട്ടുള്ള ഒരാൾ അൽ ഗോർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയാണ്. അപ്പൊ എൻ ഇൻകൺവീനിയന്റ് ട്രൂത്ത് എന്നുള്ള അദ്ദേഹത്തിന്റെ സിനിമ വളരെ പോപ്പുലറാണ്. അതിനകത്ത് കുറെ സയന്റിഫിക് കാര്യങ്ങൾ അയാൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ സ്റ്റോറി എഴുതിയതും അല്ലെങ്കിൽ ആ സിനിമ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒരു പഴയ വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊരു സയന്റിസ്റ്റ് അല്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഒരു പിന്നെ തലവനായിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഭരണകൂടമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറെ സയന്റിസ്റ്റുകളുടെ കൊട്ടേഷൻസ് ഉണ്ടാവും. പക്ഷെ അടുത്ത കാലത്ത് അതിനെതിരെ വേറൊരു സിനിമ വന്നിട്ടുണ്ട്. അതിനെതിരെ എന്ന് വേണമെങ്കിൽ പറയാം. 2006-ലാണ് റിലീസ് ചെയ്തത്. ബ്രിട്ടീഷ് ടിവിയുടെ ഒരു പ്രൊഡക്ഷനാണ്. അപ്പൊ ദ ഗ്രേറ്റ് ഗ്ലോബൽ വാർമിംഗ് സിൻഡിൽ എന്നാണ്. അപ്പൊ ഗ്രേറ്റ് ഗ്ലോബൽ വാർമിംഗ് ഒരു തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്കുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട്. അതിലവർ ചെയ്തിട്ടുള്ളത് കുറെ എക്കണോമിസ്റ്റിനെ, കുറെ സയന്റിസ്റ്റുകളെ, കുറെ എൻവറോൺമെന്റലിസ്റ്റുകളെ ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളും കാണിച്ചിട്ടുള്ള കുറെ സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സോളാർ എഫക്റ്റ്, ടെമ്പറേച്ചർ തമ്മിലുള്ള വേരിയേഷൻ തമ്മിലുള്ള ഗ്രാഫുകളുടെ മാച്ച്, അതൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ കാണിക്കുന്നത്. അൽ ഗോറിന്റെ സിനിമയില് പലപ്പോഴും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു സ്ഥലത്തുള്ള ഗ്ലേഷ്യറിന്റെ ഒരു ചിത്രവും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള അവിടെ കാറും പിന്നെ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം 1859 ഒരു ചിത്രമാണ് ഗ്ലേഷ്യറിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം. 1859 ചിത്രം ഉണ്ടായിരുന്നില്ല നമ്മുടെ ലോകത്ത്. ഈസ്റ്റ് ബാൻ ചിത്രം കണ്ടുപിടിക്കാത്ത, ക്യാമറ കണ്ടുപിടിക്കാത്ത ഒരു കാലത്തുള്ളൊരു ചിത്രം കാണിച്ചിട്ട് അതും ഇന്നത്തെ ഒരു ചിത്രവും കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാല്, അപ്പൊ ഇങ്ങനെ വ്യക്തമായിട്ട് അതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കുറ്റങ്ങൾ ചിലപ്പം, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മാനിപ്പുലേറ്റഡ് എഫേർട്ടാണെന്നുള്ളത്. അത് പലപ്പോഴും ഒരു ലോകരാഷ്ട്രത്തിൽ തലവനാവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ഭൂമിയോട് സ്നേഹമില്ലാത്ത, ഇങ്ങനെ പറയണ്ടായി, സ്വന്തം ഭൂമിയോട് സ്നേഹമില്ലാത്തവനെ എന്തും പറയാം എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ നമുക്ക് പിന്നെ അങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ ഒരു ലോകത്തിന്റെ ഒരു തലവനാവണമെന്നുള്ള ആഗ്രഹം നമുക്കില്ല. അമേരിക്കക്കുള്ളിടത്തോളം കാലം അവർ പല പൊളിറ്റിക്സ് ഉപയോഗിക്കും. അത് നല്ലൊരു പഠന വിഷയമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ജിയോ പൊളിറ്റിക്സ്. ജിയോ പൊളിറ്റിക്സ് പഠിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞിട്ടുള്ള മൂൺ ഹോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ, മൂൺ ഹോക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അപ്പൊ അതിലും ഇതേ സംഭവങ്ങൾ കാണാൻ സാധിക്കും നമുക്ക്. അത് പലപ്പോഴായിട്ടും അമേരിക്ക തുടങ്ങി വെച്ചിട്ടുണ്ട്. അവർ ഏതെങ്കിലും രാജ്യം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അവരിലും കൂടുതൽ വളർന്നു വരുമെന്ന് തോന്നലുണ്ടാവുന്ന സമയത്ത് തന്നെ അമേരിക്ക ഇത്തരം പൊളിറ്റിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന ഒരു കാര്യം. വ്യക്തിപരമായിട്ട് ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങയുടെ ഒരു കൺവെൻഷൻ എന്താണ്, മൂൺ ഹോക്സിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ കൺവെൻഷൻ? അത് വാസ്തവത്തിൽ അവിടെ ചന്ദ്രനിൽ നാളെ കാര്യം കുത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് റിസർച്ച് നടത്തിയ ഫീൽഡ് അല്ലാതെ, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ 2 തരത്തിൽ സയന്റിസ്റ്റുകൾ ഇതിനെ വിശകലനം ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ ലോജിക്കിൽ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കിയിട്ടുള്ള വിവരം വെച്ചിട്ട് അതിൽ നമ്മൾ ഏതാണ് അടുത്തെത്തുക എന്നുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റേജ് ആയിരിക്കും. അപ്പൊ അതിൽ കാല് കുത്തിയിട്ടുള്ള ഒരു പ്രതലത്തിന്റെ ചിത്രം വളരെ ഫേമസ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ളതാണ്.
ഗുരുത്വാകർഷണം ഇല്ലാത്തടത്ത് നമ്മൾ ചെരുപ്പുകൊണ്ട് ചവിട്ടിയാൽ അവിടെ ഒരു പതിഞ്ഞു കിടക്കുന്ന ഒരു സാധനം കാണില്ല. പിന്നെ വേറൊരു ചിത്രം കാണുന്നത് നാഷണൽ ഫ്ലാഗ്, പിന്നെ അമേരിക്കൻ ഫ്ലാഗ് നല്ലോണം ആടുന്നൊരു ചിത്രം കാണാം. ഈ പിന്നെ വിൻഡില്ലാത്ത സ്ഥലത്ത്, വായു ഇല്ലാത്ത സ്ഥലത്ത് അതെങ്ങനെ ആടിയെന്നതാണ് ചോദ്യം. അതുപോലെ അങ്ങനെ കുറെ എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഇപ്പൊ ഷാഡോ നോക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് ലൈറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് 2 ഷാഡോ ഉണ്ടാവില്ല. ഇതിൽ 2 ഷാഡോസ് കാണാം. വെഹിക്കിളിന്റെ ഷാഡോയും അടുത്ത് നടക്കുന്ന ആൾക്കാരുടെ ഷാഡോയും വ്യത്യസ്ത ഡയറക്ഷനിലാണ്. അങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സത്യം പറയാമല്ലോ, എത്ര മൂടി വെച്ചാലും സത്യം അത് വെളിച്ചത്ത് വരുമ്പോഴെന്ന് ഗ്ലോബൽ വാർമിംഗിൽ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഓരോ സംസ്കാരമുണ്ട്, ഓരോ ജനവിഭാഗത്തിന് അവരുടേതായിട്ടുള്ള ജീവിത രീതികളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഒരു പക്ഷേ ഇപ്പോഴും വിറക് കത്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളുടെ നേരെയും ചില സൂചനകൾ, ചില നിയന്ത്രണങ്ങൾ അത് നിർത്തണമെന്ന്. അപ്പൊ അവിടെ വേറൊരു കച്ചവടത്തിന് മറ്റൊരു വശം കൂടെ കടന്നു വരും തോന്നുന്നു. വാസ്തവത്തിൽ ഇത്തരം ഇതുകൊണ്ട് ഇപ്പൊ കത്തുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്തായാലും ഭൂമിയിൽ പല ഭാഗങ്ങളും പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തരം കാര്യങ്ങൾ ഇതിലേക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു അടുപ്പ് കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ലോകത്തിലെ എല്ലാ അടുപ്പുകളും ഉണ്ടാക്കുന്ന പൊല്യൂഷന്റെ ഒരു കൊല്ലത്തേക്ക് കത്തിച്ചാൽ ഉണ്ടാക്കുന്ന പൊല്യൂഷന്റെ ഏകദേശം ഒരു 10 മടങ്ങോളം പൊല്യൂഷൻ ഒരു ഫോറസ്റ്റ് ഫയറിൽ ഉണ്ടാവും. അത് പ്രകൃതി ഉണ്ടാക്കുന്നതാണ്. അതുപോലെ നമ്മുടെ എത്ര വണ്ടികൾ ഓടിയാലും ഒരു 15% ഓഫ് പിന്നെ പൊല്യൂഷനാണ് സാധാരണ ട്രാൻസ്പോർട്ട് കൊണ്ടുണ്ടാക്കുന്നത്. എനർജി കൊണ്ടുണ്ടാക്കുന്ന ഏകദേശം ഒരു 20% ഉണ്ടാകും. അഗ്രികൾച്ചർ കൊണ്ട് ഏകദേശം അത്രയും തന്നെ തോതുകളുണ്ട്. ഇതൊക്കെ കൂട്ടിയാൽ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്, ലോകം ആകെ പൊല്യൂട്ട് ചെയ്യുന്നത് 100 tons ഓഫ് കാർബണാണ്. അതിൽ അമേരിക്ക മാത്രം ചെയ്യുന്നത് 4 crores of tons ആണ്. അപ്പൊ അമേരിക്കയുടെ വാദം ചൈനയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്നാണ്. ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ റെസ്ട്രിക്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ ഇപ്പോഴും 56% വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പൊ ഇത്തരം വീടുകളൊന്നും ഇലക്ട്രിഫൈ ചെയ്യാൻ പാടില്ല. അവരുടെയൊക്കെ അടുപ്പുകളിൽ സോളാർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചൂടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ കഴിവില്ലാത്ത ഒരാൾക്കാരാണ് സോളാർ സിസ്റ്റം വെച്ചിട്ട് കൊടുക്കുന്നത്. ആഫ്രിക്കയില് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഫണ്ട് ചെയ്തിട്ട് UN ഫണ്ടിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി സോളാർ സിസ്റ്റത്തിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിൻഡ് എനർജിയിൽ കൊടുക്കുന്നുണ്ട്. അതിലൊരു റെഫ്രിജറേറ്റർ ഉണ്ടാവും, ഒരു ബൾബ് ഉണ്ടാവും, ഒരു ഹീറ്റർ ഉണ്ടാവും, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുള്ള ചില ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ മാത്രമേ ബൾബ് കത്തിക്കാൻ പറ്റൂ. കാരണം നമ്മുടെ മെക്കാനിസംസ് വെച്ചിട്ട് ഇന്നുള്ള ടെക്നോളജി വെച്ചിട്ട് ഹൈ പിന്നെ വോൾട്ടേജ് ആവശ്യമുള്ള അല്ലെങ്കിൽ കുറെ കൺസംഷൻ ഓഫ് എനർജി ആവശ്യമുള്ള ഇത്തരം സോളാർ സിസ്റ്റംസ് ഒന്നും നമുക്ക് കണ്ടുപിടിച്ചിട്ടുമില്ല. അതിനുള്ള പ്രാക്ടിക്കലി വയബിൾ അല്ലാത്തൊരു മെക്കാനിസമാണ്. ടോട്ടൽ എനർജി കൺസംഷന്റെ 2% മാത്രമേ ഇത്തരം നോൺ കൺവെൻഷണൽ എനർജി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. 80% എനർജി പ്രൊഡക്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉറപ്പാണ്. അത് ഇന്ന് മാത്രമല്ല, ഇനി ഒരു 50 വർഷം കഴിഞ്ഞാലും പ്രാക്ടിക്കലായിട്ട് ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഡെവലപ്പിംഗ് നേഷൻസ് ഇതിലേക്ക്, ഡെവലപ്പിംഗ് നേഷൻ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. ഏത് കാര്യം 30 വർഷത്തിന് മുമ്പ് യൂറോപ്പും വെസ്റ്റേൺ കൺട്രീസും അമേരിക്കയും ഒക്കെ ചെയ്തിട്ടുള്ള കുറ്റം 30 വർഷത്തിന് ശേഷം നമ്മൾ ചെയ്യുമ്പോഴാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അവർ ഓൾറെഡി ഡെവലപ്ഡായി. അപ്പൊ നമ്മളിപ്പോ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പൊ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്ഡ് ആവില്ല എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും വലിയൊരു വിഷമം അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു മുഖം എന്താ വെച്ചാൽ അമേരിക്ക ഇത് പറയുമ്പോൾ ഏറ്റു പറയാൻ ഇന്ത്യയെ പോലെയുള്ള ഡെവലപ്ഡ് നേഷൻസിൽ കുറെ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പവർ പ്ലാന്റുകൾ വേണ്ട, ഫാക്ടറികൾ വേണ്ട, പിന്നെ വീട്ടിൽ അടുപ്പ് എത്തിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഡെവലപ്ഡ് ആവും? വാസ്തവത്തിൽ ഇത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തതിൽ ഈ NGOs നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. NGOs എന്ന് പറയുന്ന സന്നദ്ധ സംഘടനകൾക്ക് വലിയൊരു പങ്കുണ്ടെന്നു. കാരണം ഈ ഫണ്ടിങ് ധാരാളം കിട്ടുകയും അതിന് ഇത്തരം പ്രചരണ പരിപാടികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സന്നദ്ധ സംഘടനകളാണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അത്രയും ഒരു ഭീതിജനകമായ അവസ്ഥയാണ്. ഈ ഭൂമിയെ ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ മെക്കാനിസംസും ഭൂമിക്കറിയാം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി അതിനകത്ത് ഒന്നുമല്ല, വളരെ ചെറിയൊരു പങ്ക് മാത്രമേ വഹിക്കുന്നുള്ളതാണ് സത്യം. പക്ഷെ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു ആക്ടിവിസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി കിട്ടണം. അത് ഏതായാലും ഒരു കാലത്ത് മരം മുറിച്ചാലും മഴ പെയ്യില്ല എന്ന് പറഞ്ഞ അതേ ആൾക്കാർ ഇപ്പം മഴ കുറച്ച് കൂടുതൽ അവിടെ ഇവിടെയൊക്കെ പെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും.
അപ്പൊ ഇത്തരം ആക്ടിവിസ്റ്റുകൾക്ക് കുറെ ആക്ടിവിറ്റി, അത് തെറ്റല്ല. അത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ തരത്തിലും വ്യത്യസ്ത ദിശകളിൽ നിന്നും പഠിക്കാനും അതിനെ വിശകലനം ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റാണ് ആവശ്യം. പക്ഷെ അതിനുള്ള ഫണ്ടിങ് പലപ്പോഴും ഉണ്ടാവില്ല. കാർബൺ കുറയും. എന്നിട്ട് അതൊക്കെ കൂടി കടലിന്റെ താഴത്തേക്ക് പോയിട്ട് പിന്നെയും ഭൂമിയുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ജോയിൻ ചെയ്തിട്ട് പിന്നെയും ലാവയായിട്ട് തിരിച്ചു വരും. ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ലൈവ് എർത്ത് എന്നാണ് ഞാൻ പറയാം. അതൊരു ഡൈനാമിക്സ് ആണ്. ആ ഡൈനാമിക്സ് മാറി 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 പിന്നെ സംഭവങ്ങൾ ഉണ്ടാവും. അത് ചിലതൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുന്നു. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എന്റെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപില് പിന്നെ സുനാമി ഉണ്ടാവുന്ന സമയത്ത് അതിന് 2-3 കഷ്ണങ്ങളാക്കി അവിടുത്തെ ബ്രിഡ്ജൊക്കെ പൊളിഞ്ഞു, കുറച്ച് ഭൂമി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വളരെ അലാമിംഗ് ആവും. അതേ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ദൂരെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവർക്കൊരു 1 കിലോമീറ്ററോളം വിട്ട് കൂടുതൽ കിട്ടിയെന്നുള്ളത്. അപ്പൊ ഒരു സ്ഥലത്ത് കുറച്ച് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കൂടുതൽ കിട്ടുമെന്നതാണ്. പക്ഷെ എന്താ സാധാരണ പറ്റുക വെച്ചാൽ ഈ കുറച്ച് എക്സ്ട്രാ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള മനുഷ്യന്മാരൊക്കെ അവിടെ പോയിട്ട് താമസിക്കാറുള്ളൂ. അപ്പൊ എവിടെയൊക്കെ നമുക്ക് പിന്നെ സ്ഥലം കൂടുതൽ കിട്ടുന്നുണ്ടോ അവിടത്തേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നേച്ചറിന് കുറച്ച് കഴിയുന്ന സമയത്ത് തിരിച്ചൊരു കൊടുത്തിട്ടുള്ള സ്ഥലം തിരിച്ചെടുക്കണമെന്ന് നേച്ചറിന് കടലിന് തോന്നിയാൽ അന്ന് കുറെ നഷ്ടം നമുക്ക് സംഭവിച്ചത് വരും. ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഹസാർഡ്സ് ആണ്. ഇവിടെ 2-3 കാര്യങ്ങളാണ്. ഒന്നാമത് മനുഷ്യൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കവിയും കൂടാണല്ലോ, എന്റെ ഒരു കവിതയിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ മനുഷ്യരെല്ലാം പോയി കഴിഞ്ഞൊരവസ്ഥയിൽ ഭൂമി സുന്ദരമാവുന്ന അവസ്ഥയിൽ എനിക്ക് വീണ്ടും ഒരു ജന്മം തരണം എന്ന് പറയുന്ന ഒരു കവിത. ഒരു ദിവസം എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്ത് നിന്ന് ഇല്ലാതായാൽ മനുഷ്യന്മാർ മാത്രം, ബാക്കി എല്ലാ ജീവികളും അതുപോലെ. ഇപ്പൊ നമ്മൾ എന്റെ പട്ടി അടുത്ത പ്ലോട്ടിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ പട്ടിക്ക് സർവേ നമ്പർ നോക്കേണ്ട കാര്യമില്ല, മനുഷ്യന് മാത്രമേ ഉള്ളൂ നോക്കണ്ടേ. അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാലം ഈ ഭൂമി കുറെ വാലീസും റിവേഴ്സും മൗണ്ടൻസും മാത്രമായിട്ട് മാറും, കുറെ പച്ചിലകളും മാത്രം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എനിക്കൊരു ജന്മം തരണേ, അതില് ബുദ്ധി കുറച്ചിട്ട് മനസ്സ് കൂട്ടിയിട്ടെന്നാണ്. അതെ, അവിടെയാണ് എനിക്ക് സംശയം വരുന്നത്. ബുദ്ധി കുറച്ചിട്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പല നമ്മുടെ പുരോഗമന പ്രവർത്തനങ്ങളുടെയും പിന്നിൽ മനുഷ്യന്റെ ബുദ്ധി, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഭൂമിയെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മറ്റൊരു രീതിയിൽ പറഞ്ഞ സുന്ദരമായ അവസ്ഥയിലേക്ക് മാറ്റിയതെന്ന് പറയുന്നു. അപ്പൊ അവിടെ മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണോ പറയുന്നത്? മനുഷ്യൻ ബുദ്ധി കൂടുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി സോഷ്യലൈസ്ഡും ഈഗോയിസ്റ്റിക്കും പോഷുള്ള ആളും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിന്റെ ഇപ്പം നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, വെരി ഡിഫിക്കൽട്ട് ടു ഹാവ് ബോത്ത് ഹെഡ് ആൻഡ് ഹാർട്ട് ടുഗദർ എന്നാണ്. ഒന്നിക്കൽ നല്ല മനസ്സുണ്ടാവും, അല്ലെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവും. രണ്ടും കൂടി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ബുദ്ധി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് കടന്ന് ചവിട്ടി ഭൂമിയിൽ നിന്ന് ഉള്ള ഒരു കമ്പാരിസണാണ്. അപ്പൊ ഇന്ത്യയിലുള്ള തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ ഉള്ള എല്ലാ കടലിന്റെയും ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു മൂവ്മെന്റ് ആണ്, ജിയോ ഫിസിക്കൽ മൂവ്മെന്റ് ആണ്. ഈ പ്ലേറ്റ് മൂവ്മെന്റ്സ് ആണ്. ഓരോ പ്ലേറ്റുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഈ പ്ലേറ്റ് സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനുള്ള എല്ലാ മെക്കാനിസംസും ഭൂമിക്കറിയാം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി അതിനകത്ത് ഒന്നുമല്ല, വളരെ ചെറിയൊരു പങ്ക് മാത്രമേ വഹിക്കുന്നുള്ളതാണ് സത്യം. പക്ഷെ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു ആക്ടിവിസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി കിട്ടണം. അത് ഏതായാലും മതി. ഒരു കാലത്ത് മരം മുറിച്ചാൽ മഴ പെയ്യില്ല എന്ന് പറഞ്ഞ അതേ ആൾക്കാര് ഇപ്പം മഴ കുറച്ച് കൂടുതൽ അവിടെ ഇവിടെയൊക്കെ പെയ്യണ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇത്തരം ആക്ടിവിസ്റ്റുകൾക്ക് കുറെ ആക്ടിവിറ്റി, അത് തെറ്റല്ല. അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ച് വ്യത്യസ്തമായ തരത്തിലും വ്യത്യസ്ത ദിശകളിൽ നിന്നും പഠിക്കാനും അതിനെ വിശകലനം ചെയ്യാനുള്ള ഒരു ആക്ടിവിസ്റ്റ് ആവശ്യം. പക്ഷെ അതിനുള്ള ഫണ്ടിങ് പലപ്പോഴും ഉണ്ടാവില്ല. ഇപ്പോ കടലിന്റെ പിന്നെ ലെവല് അല്ലെങ്കിൽ മീൻ സീ ലെവൽ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് ഉള്ള ഒരു കമ്പാരിസണാണ്. അപ്പൊ ഇന്ത്യയിലുള്ള തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ ഉള്ള എല്ലാ കടലിന്റെയും ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യണം. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഒരു മൂവ്മെന്റ് ആണ്, ജിയോ ഫിസിക്കൽ മൂവ്മെന്റ് ആണ്. ഈ പ്ലേറ്റ് മൂവ്മെന്റ് ആണ്. ഓരോ പ്ലേറ്റുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഈ പ്ലേറ്റ് തന്നെ ഒരു ഫ്ലോട്ടിംഗ് പ്ലേറ്റ് പോലെയാണ്. അപ്പൊ അറേബ്യൻ സീയുടെ ലെവലും ബേ ഓഫ് ബംഗാളിന്റെ ലെവലും നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ലെവൽ
വരുന്നു താഴ്ന്നു അല്ലെങ്കിൽ കൂടുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഓവറോൾ നോക്കിയാൽ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ ആ സമയത്തും ഒരു ചോദ്യം എന്താ വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്ന സമയത്ത് കടലിലെ വെള്ളം തണുക്കും, പിന്നെ ആവിയായിട്ട് പോകുന്നത് കൂടും. അപ്പൊ പിന്നെ ഈ ലെവലിലെ ഒരു മാറ്റം ഉണ്ടാവാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നേച്ചറിൽ ഒരു സ്ഥലത്ത് വെള്ളം കൂടുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് ചൂട് കൂടുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അടക്കം ഇപ്പൊ ഓഷനിൽ നിന്ന് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 60% കോൺട്രിബ്യൂഷൻ ഓഷൻ കാർബണാണ്. ഈ വെള്ളം ചൂടായിട്ട് പിന്നെ വേപ്പറായിട്ട് പോകുന്ന സമയത്ത് അതിന്റെ കൂടെ കാർബണും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കുറച്ച് ഭാഗത്ത് തണുപ്പ് വരുമ്പോൾ ഈ കാർബണൊക്കെ തിരിച്ച് കടലിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ ലാവ ഉണ്ടാവും, അതുകൊണ്ട് ഉണ്ടാവുന്ന പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതിന്റെ വേറൊരു ഭാഗം എന്താ വെച്ചാൽ ലാവയിൽ കുറെ പിന്നെ ലൈമുണ്ട്. ഈ ലൈമൊക്കെ വന്നിട്ട് കടലിൽ ജോയിൻ ചെയ്യും. അപ്പൊ കാർബൺ കുറയും. എന്നിട്ട് അതൊക്കെ കൂടി കടലിന്റെ താഴത്തേക്ക് പോയിട്ട് പിന്നെയും ഭൂമിയുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് ജോയിൻ ചെയ്തിട്ട് പിന്നെയും ലാവയായിട്ട് തിരിച്ചു. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ലൈവ് എർത്ത് എന്നാണ് പറയുന്നത്. അതൊരു ഡൈനാമിക്സ് ആണ്. ആ ഡൈനാമിക്സ് മാറി 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 പിന്നെ സംഭവങ്ങൾ ഉണ്ടാവും. അത് ചിലതൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നുക. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപില് പിന്നെ സുനാമി ഉണ്ടാകുന്ന സമയത്ത് അതിന് 2-3 കഷ്ണങ്ങളാക്കി അവിടുത്തെ ബ്രിഡ്ജൊക്കെ പൊളിഞ്ഞു, കുറച്ച് ഭൂമി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ വളരെ അലാമിംഗ് ആവും. അതേ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ദൂരെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവർക്കൊരു 1 കിലോമീറ്ററോളം വിട്ട് കൂടുതൽ കിട്ടിയെന്നുള്ളത്. അപ്പൊ ഒരു സ്ഥലത്ത് കുറച്ച് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കൂടുതൽ കിട്ടുമെന്നതാണ്. പക്ഷെ എന്താ സാധാരണ പറ്റുക വെച്ചാൽ ഈ കുറച്ച് എക്സ്ട്രാ ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ ഈ തീരപ്രദേശത്തുള്ള മനുഷ്യന്മാരൊക്കെ അവിടെ പോയിട്ട് താമസിക്കണം. അപ്പൊ എവിടെയൊക്കെ നമുക്ക് പിന്നെ സ്ഥലം കൂടുതൽ കിട്ടുന്നുണ്ടോ അവിടത്തേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നേച്ചറിന് കുറച്ച് കഴിയുന്ന സമയത്ത് തിരിച്ചൊരു കൊടുത്തിട്ടുള്ള സ്ഥലം തിരിച്ചെടുക്കണമെന്ന് നേച്ചറിന് കടലിന് തോന്നിയാൽ അന്ന് കുറെ നഷ്ടം തോന്നി സംഭവിക്കും. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഫാക്ടാണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നാമത് മനുഷ്യൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കവിയും കൂടാണല്ലോ. അങ്ങനെ ഒരു കവിതയിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഈ മനുഷ്യരെല്ലാം പോയി കഴിഞ്ഞ ഒരവസ്ഥയിൽ ഭൂമി സുന്ദരമാവുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ജനിക്കുന്ന പറയുന്നത് ഒരു ദിവസം എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്തൊന്നും ഇല്ലാതായ മനുഷ്യന്മാർ മാത്രം, ബാക്കി എല്ലാ ജീവികളും അതുപോലെ. ഇപ്പൊ നമ്മളെ എന്റെ പട്ടി അടുത്ത പ്ലോട്ടിൽ പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ പട്ടിക്ക് സർവേ നമ്പർ നോക്കേണ്ട കാര്യമാണ്, മനുഷ്യന് മാത്രമേ ഉള്ളൂ നോക്കേണ്ട കാര്യം. അങ്ങനെ ഇല്ലാത്തൊരവസ്ഥ എല്ലാ മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാലം ഈ ഭൂമി കുറെ വാലീസും റിവേഴ്സും മൗണ്ടൻസും മാത്രമായിട്ട് മാറും, കുറെ പക്ഷികളും മാത്രം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എനിക്കൊരു ജന്മം തരണേ, അതിൽ ബുദ്ധി കുറച്ചിട്ട് മനസ്സ് കൂട്ടിയിട്ടുള്ളത്. അതെ, അവിടെയാണ് എനിക്ക് സംശയം. ബുദ്ധി കുറച്ചിട്ട് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന പല നമ്മുടെ പുരോഗമന പ്രവർത്തനങ്ങളുടെയും പിന്നിൽ മനുഷ്യന്റെ ബുദ്ധി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഭൂമിയെ ഇന്നത്തെ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മറ്റൊരു രീതിയിൽ പറഞ്ഞ സുന്ദരമായ അവസ്ഥയിലേക്ക് മാറ്റിയതെന്ന് പറയുന്നു. അപ്പൊ അവിടെ മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. മനുഷ്യൻ ബുദ്ധി കൂടുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി സോഷ്യലൈസ്ഡും ഈഗോയിസ്റ്റിക്കും പോഷുള്ള ആളും ഒക്കെ ആയിട്ട് മാറടക്കുന്നത്. മനസ്സിന്റെ ഇപ്പം നെൽസൺ മണ്ടേല പറഞ്ഞത് വെരി ഡിഫിക്കൽട്ട് ടു ഹാവ് ബോത്ത് ഹെഡ് ആൻഡ് ഹാർട്ട് ടുഗദർ. ഒന്നിക്കൽ നല്ല മനസ്സുണ്ടാവും, അല്ലെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവും. രണ്ടും കൂടെ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ബുദ്ധി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക് കടന്നു ചവിട്ടി നമുക്ക് സന്തോഷം ഉണ്ടാക്കണം എന്നുള്ളത് തോന്നലുണ്ടാവും. സ്നേഹം കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുള്ളത് തോന്നുന്നുണ്ടാവും. ഭാരതീയമായിട്ടുള്ള പൈതൃകം പറയുന്നത് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. അമേരിക്കയുടെ ഫിലോസഫി എന്താ വെച്ചാൽ അമേരിക്കക്കാർ മാത്രം സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും അമേരിക്ക പറയുന്നത് ആപ്തവാക്യമായിട്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ലോകം ആപ്തവാക്യമായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അവിടെ തന്നെ നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ തോന്നുന്നു. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു വിഷയവും ആ ഒരു രീതിയിൽ നമുക്ക് കാണാമെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ അതിൻ്റെതായ പ്രത്യേകതകളോ അല്ലെങ്കിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പോലെയുള്ള അത്രയും ഭീതിജനകമായ ഒരു അവസ്ഥാവിശേഷമല്ല ഈ ആഗോളതാപനം എന്നാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ പറയാമെന്ന് തോന്നുന്നു അല്ലെ? അത് ശരിയാണ്. കാരണം പല പ്രോബ്ലംസും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ, ആ ഗ്ലോറിഫിക്കേഷനാണ് ഈ ഒരു കാര്യത്തിലും ഉണ്ടായതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ബാക്കി രാജ്യങ്ങളുടെ പങ്ക് എന്തുകൊണ്ട് ഇത്രയും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക പറയുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ ഏറ്റുപറയാറുള്ളത് ഒരു സാധാരണ സംഭവമാണ്. അതുകൊണ്ട് രാജാവ് ഉൾക്കാണ്ട് നടന്ന സമയത്ത് അത് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അപ്പൊ രാജാവാണ് പറയുന്നത്
ശരിയാണെങ്കിൽ ബാക്കി എല്ലാവരും ശരിയാണ് തോന്നുന്നു. ഇന്നത്തെ പവർ അവർ തന്നെയാണ്. അപ്പൊ അവർക്ക് ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ചൈനയോ ഇന്ത്യയോ ഒക്കെ കുറച്ചും കൂടി പവർഫുൾ ആവുമോ. ഈ കറൻസിയുടെ മാറ്റം, ഈ പണ്ട് കാലത്ത് പൗണ്ടായിരുന്നു കൺവേർഷൻ റേറ്റിൽ പറയാറുണ്ടായിരുന്നു. അപ്പോ പൗണ്ടിൽ നിന്ന് നമ്മൾ ഡോളറിലേക്ക് എത്തും. ആ ഡോളറിൽ നിന്ന് വേറെ എന്തിലേക്ക് എത്തുമോ നമുക്കൊരു ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം യൂറോ വന്ന സമയത്ത് കുറെ രാജ്യങ്ങൾ കൂടി യൂറോ തുടങ്ങി. അപ്പോൾ കുറെ റിസർച്ച് എക്കണോമിക്സിൽ നടക്കുന്നത് അടുത്ത 100 വർഷത്തിന് ശേഷം ഏത് കറൻസി ആവും പവർഫുൾ ആവുക. അറ്റ്ലീസ്റ്റ് ഇന്ത്യയുടെ റുപ്പി അതേപോലെ നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. കാരണം നമ്മൾ അത്ര സറണ്ടർ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ചൈനയും അതേപോലെ പവർഫുൾ ആവും. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ പൗണ്ട്, ഡോളർ, യൂറോ, ഇന്ത്യൻ റുപ്പി, യാൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ധാരണ. യാൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയുടെ കൂടെ നമ്മുടെ മനസ്സിലും കൂടി നമ്മൾ നോക്കിയാൽ മറ്റൊരു കാര്യം, ഭൂമി എന്ന് പറയുന്നത് ഒരു ജഡവസ്തുവല്ല. അതിന് അതിൻ്റെതായ ഒരു നിലയിൽ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ചിന്ത, മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നതിന് അപ്പുറത്ത് അതിന് സ്വയം ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവുക. ജീവനുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി നമ്മളും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക, സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് തോന്നുന്നു. അത് മാത്രമല്ല ഇതുപോലെയുള്ള ചില രാഷ്ട്രീയമായ ചില തന്ത്രങ്ങൾ ഇതിന് പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ടുള്ള കൈകാര്യം ചെയ്തിരിക്കുന്നുവെന്ന് തോന്നുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യാപാരം വലിയൊരു വിഷയമായിട്ട് ഇതിന് പുറകെ പ്രവർത്തിക്കുന്നുണ്ട്. സയൻസ് എന്ന് പറയുന്നത് കണ്ടുപിടുത്തുന്ന നേട്ടങ്ങളാവുന്നതിന്റെ കൂടെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിന്റെ ഒരു മറുവശം, ഒരുപക്ഷെ ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു മറുവശമായിരിക്കുമെന്ന് ഇവിടെ വന്ന് സംസാരിച്ചതെന്ന് തോന്നുന്നു. വളരെ നന്ദിയുണ്ട്. ഇത്രയും സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. കാലാവസ്ഥയ്ക്ക് നമ്മുടെ കൾച്ചറിനുള്ള ബന്ധങ്ങൾ, അങ്ങനെ കുറേ തരത്തിലുള്ള കാര്യങ്ങൾ റിസർച്ച് നടത്താൻ ഇത്തരം ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഇത്തരം ഉള്ള ആക്ടിവിറ്റി നടത്തുന്നവർക്ക് അതിനുള്ള തോന്നലുണ്ടാവട്ടെ, അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനമാവട്ടെ ഈ ഇന്റർവ്യൂ എന്ന് പ്രത്യേകിച്ചുണ്ട്.